മലയാളികൾ കൈകോർത്തു. മിയക്കുട്ടിയുടെ ചികിത്സയ്ക്കായി 3 ദിവസത്തിൽ സമാഹരിച്ചത് 16.5 കോടി രൂപ. മൂവാറ്റുപുഴ ആയവന സ്വദേശികളായ ജിനുവിന്റെയും നിമ്മിയുടെയും മകൾ മിയ മരിയയ്ക്കായി ലോകമെമ്പാടും നിന്നും മലയാളികൾ കൈകോർത്തു. 1 മാസം മുൻപാണ് മിയയ്ക്ക് പേശികളെ ഗുരുതരമായി ബാധിക്കുന്ന SMA ടൈപ്പ് 1 സ്ഥിരീകരിച്ചത്. നിലവിൽ കൊച്ചി അമൃത ആസ്പത്രിയിൽ ചികിത്സയിലാണ് ഈ കുഞ്ഞ്. ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ജീൻ തെറാപ്പിക്കായി ഏകദേശം 16.5 കോടി രൂപ വേണം എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. മിയയ്ക്ക് 1.5 വയസ്സ് തികയുന്നതിന് മുൻപ് ജീൻ തെറാപ്പി നൽകണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. SMA ബാധിച്ച കുട്ടികൾക്ക് ഭക്ഷണം വിഴുങ്ങുക, ശ്വസിക്കുക, ഇരിക്കുക, നടക്കുക തുടങ്ങിയ അടിസ്ഥാന പ്രവർത്തനങ്ങൾ പോലും ബുദ്ധിമുട്ടാകാറുണ്ട്. നിലവിൽ ട്യൂബിലൂടെയാണ് മിയയ്ക്ക് ഭക്ഷണം നൽകുന്നത്. സേവ് ബേബി മിയ ക്യാമ്പയിന് വേണ്ടി രൂപീകരിച്ച സാമൂഹിക മാധ്യമ അക്കൗണ്ടിലൂടെയാണ് പണം സമാഹരിച്ച വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ധനസമാഹരണം പൂർത്തിയായി എന്ന് കാണിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ പുറത്തുവിട്ട കുറിപ്പിൽ നിങ്ങളുടെ സംഭാവനകൾ, പ്രാർത്ഥനകൾ, പ്രോത്സാഹനം എന്നിവ ഞങ്ങളുടെ ധനസമാഹരണം വിജയകരമായി ലക്ഷ്യം വരിക്കാൻ സഹായിച്ചു. ഈ വിജയം നിങ്ങളിൽ ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ്. മിയയോടും അവളുടെ കുടുംബത്തോടും നിങ്ങൾ കാണിച്ച ഐക്യദാർഢ്യത്തിനും ഒരുമിച്ച് നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കാണിച്ചു തന്നതിന് നന്ദി എന്നാണ് ചേർത്തിരിക്കുന്നത്. മനുഷ്യജീവന്റെ മാഹാത്മ്യം വിളിച്ചോതി ഐക്യത്തിന്റെ കരുതലിന്റെ കരങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത മലയാളി വീണ്ടും അത്ഭുതം സൃഷ്ടിക്കുകയാണ്. ഒരു കുഞ്ഞിനു വേണ്ടി 3 ദിവസം കൊണ്ട് 16.5 കോടി രൂപ സമാഹരിച്ചതിലൂടെ. മിയയുടെ സന്ദേശമായി ഹൃദ്യമായ ആ കുറിപ്പിൽ പോരാടാനും സുഖം പ്രാപിക്കാനും ഒരു നല്ല ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാനും അവസരം തന്നതിന് നന്ദി. നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി. ഞാൻ പ്രതീക്ഷയോടെ ഈ പുതിയ അധ്യായം ആരംഭിക്കാൻ പോകുന്നു എന്നാണ് കുറിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളിലും അനുഗ്രഹങ്ങളിലും എപ്പോഴും തന്നെ ഓർക്കണമെന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു എന്നും ചികിത്സ നല്ല രീതിയിൽ നടക്കാനും പൂർണ്ണമായി സുഖം പ്രാപിക്കാനും ആരോഗ്യത്തോടെ വളർന്ന് എല്ലാവരെയും അഭിമാനം കൊള്ളിക്കാനും പ്രാർത്ഥിക്കണമെന്നും ചേർത്തിരിക്കുന്നു. മിയയ്ക്കായി രൂപീകരിച്ച അക്കൗണ്ട് നമ്പറിലേക്ക് പണം അയക്കുന്നത് ഉടനടി നിർത്തണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു സന്ദേശവും ഈ പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നു. ജനിതക വൈകല്യം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്പൈനൽ മസ്കുലർ അട്രോഫി. നാഡീകോശങ്ങളുടെയും മോട്ടോർ ന്യൂറോണുകളുടെയും നശീകരണം മൂലം പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന അവസ്ഥയാണിത്. 10,000 കുഞ്ഞുങ്ങളിൽ ഒരാൾ എന്ന അനുപാതത്തിലാണ് സാധാരണ ഈ രോഗബാധ. ഞരമ്പുകളിലെ തകരാറ് കാരണം പേശികൾ ചലനശേഷി ഇല്ലാതാവുകയും പിന്നീട് അസ്ഥികളെ രോഗം ബാധിക്കുകയും ചെയ്യും. പ്രായമേറും തോറും അപകടാവസ്ഥ കൂടുതൽ ഗുരുതരമാവും. കുട്ടികളിലാണ് സാധാരണ ഈ രോഗാവസ്ഥ കണ്ടുവരുന്നത്. ജീൻ തെറാപ്പി മാത്രമാണ് ഇതിന് പരിഹാരം. ഈ അപൂർവ രോഗം ബാധിച്ച മിയ മരിയയ്ക്കായി നാം ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. പണം നാം സമാഹരിച്ചു. ഇനി വേണ്ടത് പ്രാർത്ഥനയാണ്.